തെലുങ്ക് സിനിമയിലെ ശ്രദ്ധേയനായ യുവ കലാസംവിധായകൻ രാജീവ് നായരുടെ പ്രവൃത്തിപഥമാണ് ഇന്ന് സിനിമാ കാര്യങ്ങളിൽ. ഹൈദരാബാദിലെ പത്മാലയ സ്റ്റുഡിയോ കോംപ്ലക്സിലെ ഒരു ഫ്ലോറിൽ വെച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. കേരളത്തിൽ ഉദയ സ്റ്റുഡിയോ പോലെ, തമിഴ്നാട്ടിൽ AVM പോലെ, ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ ആദ്യകാല സ്റ്റുഡിയോകളിൽ ഒന്നാണ് പത്മാലയ. പത്മാലയ സ്റ്റുഡിയോയുടെ ഒരു ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തെലുങ്ക് സിനിമയിൽ കലാസംവിധാന രംഗത്ത് ഒരുപിടി മലയാളി സാന്നിധ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭനായ, പ്രശസ്തനായ, തിരക്കുള്ള കലാസംവിധായകൻ ശ്രീ രാജീവ് നായരാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്തേ രാജീവ്. നമസ്തേ സാർ. തെലുങ്ക് സിനിമയിലൊരു മലയാളി എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. ഒന്നാമത് ഭാഷ നമ്മളുമായിട്ട്, തമിഴിനൊക്കെ നമ്മളുടെ ഒരു അയൽ ഭാഷ എന്നുള്ളൊരു ഇതുണ്ട്. തെലുങ്ക് സിനിമയിൽ എങ്ങനെ എത്തിപ്പെട്ടു? യാദൃശ്ചികത എന്ന് പറയുന്നതാണ് കുറേ കൂടി ശരി തോന്നുന്നു. എത്തിപ്പെട്ടു അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ കണ്ണൂരല്ലേ സ്ഥലം, കണ്ണൂരിൽ നിന്നുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? കണ്ണൂരിൽ നിന്നും ആന്ധ്ര ലക്ഷ്യമാക്കിയിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തില്ല. സിനിമ വിചാരിച്ചിട്ടും യാത്ര സ്റ്റാർട്ടായിട്ടില്ല. കണ്ണൂരിൽ നിന്ന് ബോംബെ വഴി, ബറോഡ വഴി, അഹമ്മദാബാദ്, ശാന്തിനികേതനിൽ നിന്നാണ് ഹൈദരാബാദിൽ എത്തപ്പെട്ടത്. ശാന്തിനികേതൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കലയുമായിട്ടുള്ള ഒരു പഠനം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ആർട്ട് സെക്ഷനുമായിട്ടുള്ള ഒരു പഠനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് കേരളത്തിൽ എന്തായിരുന്നു കലയുമായിട്ടുള്ള ബന്ധം? ചെറുപ്പം മുതലേ കലയുമായിട്ട് വളരെയധികം താല്പര്യമുണ്ട്. ഏത് മേഖലയിലായിരുന്നു? കണ്ണൂരുള്ളവർക്ക് ഒരുവിധം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഒരു രാഷ്ട്രീയ ബോധം, ഇപ്പോൾ ഇന്നറിയുന്ന പോലെ പണ്ട് മുതലേ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് കലയായിട്ടുള്ള ചെറിയൊരു ബന്ധമുണ്ടാകും. അവിടെ നിന്ന് കുറേയൊക്കെ എന്നിലേക്കും സ്വാധീനിച്ചിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ സമയത്ത് വരയ്ക്കുമായിരുന്നു. വരക്കുമായിരുന്നു. പക്ഷേ വര തുടങ്ങിയത് അത്ര വലിയ വരക്കും അറിയില്ല. പണ്ട് ബോംബെയുടെയും കലണ്ടറിൽ അംബികേൻ്റെയും ഇതൊക്കെ വലിയ നീണ്ടൊരു കലണ്ടർ വരുമായിരുന്നു. അതിൻ്റെ അതിൽ പിറകിൽ കോപ്പി ചെയ്യുമായിരുന്നു, അതേപോലെ അത് റിവേഴ്സ് ചെയ്തിട്ട്. അപ്പോൾ അത് വീട്ടിലൊക്കെ കാണിച്ചാൽ ആൾക്കാർക്ക് താല്പര്യം തോന്നുന്ന രീതിയിൽ പലരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഒരു കലാകാരനാണ് എന്നെ തോന്നിപ്പിച്ചത് ചുറ്റുപാട്ടുള്ളവർ ഈ ഓണക്കാലത്തും വിഷുക്കാലത്തും ഒക്കെ ഈ കളം വരക്കും. ആ കളം വരക്കുന്നത് ഞാനൊരു കൃഷ്ണൻ്റെ രൂപം അല്ലെങ്കിൽ കാളിയ മർദ്ദനം, ഇതിലൊക്കെ സ്പെഷ്യലിസ്റ്റ് മാതിരി ചെറുപ്പത്തിൽ തൊട്ട അയൽവക്കക്കാരൊക്കെ വിളിക്കാറുണ്ട്. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞതോ ഞാൻ വരച്ചതും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. കൽക്കട്ടയിലേക്ക് വരുന്നതിന് മുമ്പ് NDAയുടെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അതെ, NDA അല്ല, NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്. അത് അവിടുന്ന് തോറ്റുപോയതാണ് സംഭവം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് വരെ പോയി ശരിക്കും ഒരു പരാജയമായിരുന്നു. ഞാനത് പരാജയപ്പെട്ടത് കൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഇന്ന് ആർട്ട് ഡയറക്ടറായെന്ന് തോന്നുന്നത്. കൽക്കട്ടയിൽ ശാന്തിനികേതനിലെ പഠനം എന്തായിരുന്നു? എന്താണ് പഠിച്ചത്? ശാന്തിനികേതനിൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ഗ്രാഫിക്സ് ആർട്ടിലാണ്. ഗ്രാഫിക്സ് കഴിഞ്ഞ് റിസർച്ച് 2 വർഷക്കാലം റിസർച്ചും ചെയ്ത്. റിസർച്ച് ഗ്രാഫിക്സിൽ അല്ല, ഫോക്ലോറിലായിരുന്നു, ഫോക്ക് ആർട്ട്. അവിടെ നിന്ന് ഒരു പ്രണയപാലം എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ അത് പറയാം, എൻ്റെ ഒരു വഴി അങ്ങനെയായിരുന്നു. അത് അങ്ങനെ ഒരു പ്രണയം ഒന്നുകിൽ സ്ഥലത്തോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ ആയി ഞാനിവിടെ ഹൈദരാബാദിലെത്തുകയാണ്. ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പോൾ അവിടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് സിനിമ സ്കോപ്പ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, സിനിമയായിട്ട് അത്ര ബന്ധമില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് ആരോ എന്നെ അവിടത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ രാമോജി ഫിലിം സിറ്റി എത്തപ്പെട്ടതാണ് സിനിമയ്ക്ക് എൻ്റെ തുടക്കം. സിനിമയിൽ പിന്നീട് ഈ ഏതെങ്കിലും ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഭാഗ്യം വന്നത്, ഞാൻ എല്ലാ സ്ഥലത്തിലും, എൻ്റെ പഠനത്തിലും ആർട്ട് ഡയറക്ഷനിലും എല്ലാത്തിലും എനിക്ക് നല്ല ഗുരുക്കന്മാരെ എപ്പോഴും കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് MF ഹുസൈൻ അടക്കമുള്ള കലാകാരന്മാരും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആർട്ട് ഡയറക്ഷൻ രംഗത്തും ഫോറിനിൽ, അതായത് ഹോളിവുഡിലുള്ള വളരെ പ്രശസ്തരായ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ത്രൂ ഫിലിം സിറ്റി വഴി. എക്സാമ്പിൾ, നമ്മൾ റോബർട്ട് ജെൻകിൻസിൻ്റെ ഒപ്പം ഞാൻ 2 സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് മൂവി 2 സിനിമ അങ്ങേരപ്പം വർക്ക് ചെയ്തത് വലിയൊരു അനുഭവമായിരുന്നു. അതൊരു യൂണിവേഴ്സിറ്റി പഠിച്ച് കിട്ടുന്നതിലും കൂടുതൽ എനിക്ക് കിട്ടിയതാണ്. അപ്പോഴാണ് എനിക്ക് ഈ ആർട്ട് ഡയറക്ഷനിൽ നിൽക്കാമെന്നുള്ള ബോധം വന്നത്. അല്ലാതെ ഞാനൊരു ആർട്ട് ഡയറക്ടർ ആവണമെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് യാതൊരു ബോധവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ശാന്തിനികേതനിൽ തന്നെയാണ്, അവിടെ നിന്ന് തന്നെയാണ് ജീവിതസഖിയും കിട്ടിയത്? ശാന്തിനികേതനിൽ അതെ, കൽക്കട്ടയിൽ നിന്നാണ്. കലയുമായി ബന്ധമുള്ള ഒരു കുട്ടിയെ തന്നെയാണ് ജീവിതസഖിയാക്കിയതും. ആനിമേഷൻ രംഗത്താണ്. പക്ഷേ സിനിമയായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഏത് രീതിയിലും ബന്ധമുണ്ടായിരുന്നില്ല. ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് പോലെയാണ്. ചെറുപ്പത്തിലെ സിനിമ ഭയങ്കര ആഗ്രഹമാണ്.
ലാൽ ജോസിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ചിലപ്പോൾ സിനിമാ രംഗത്ത് വന്നില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ജോൺ എബ്രഹാമിനെ പോലുള്ള മഹാനായ ചലച്ചിത്രകാരന്മാരോടും ഇഷ്ടപ്പെട്ട അവരിപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ അറിഞ്ഞിട്ടല്ല, ആ ഒരു കാലഘട്ടം അതായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒഡേസ പ്രസ്ഥാനം ഇതൊക്കെയുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു എൻ്റെയും കൂടി പഠനം കേരളത്തിൽ.